അസ്സലാമു അലൈക്കും. എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇസ്ലാം എന്നത് സമാധാനം, രക്ഷ എന്നിങ്ങനെ ഒരുപാട് അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. ആ മതം ലോകത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ പലപ്പോഴും പ്രചരിപ്പിക്കുന്നത് ഇസ്ലാം ലോകത്തെ രണ്ടായി നിർവചിക്കുന്നു: മുസ്ലിം എന്നും കാഫിർ എന്നും. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം സ്വീകരിച്ച് അതിൻ്റെ ആചാരമര്യാദകൾ പാലിച്ച് ജീവിക്കുന്നവർ. അല്ലാത്തവർ കാഫിറുകൾ. കാഫിർ എന്ന് പറഞ്ഞാൽ ഈ നിഷേധി എന്നാണ് അർത്ഥം. കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു. അപ്പോൾ ഈ കാഫിരിങ്ങളെ മൊത്തത്തിൽ കൊല്ലണം എന്ന് ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നബിയുടെ ജീവിതത്തിൽ ഒരുപാട് യുദ്ധം നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് എന്താണ് അതിൽ പറ്റിയിട്ട് പറയാനുള്ളത് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചു, അവിടെ ജീവിച്ചു 40 വയസ്സ് വരെ. 40 വയസ്സ് വരെയുള്ള ജീവിതം തൻ്റെ സമൂഹത്തിലെ, അതായത് ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. കച്ചവടവും മറ്റ് കാര്യങ്ങളൊക്കെയായി സാധാരണ അറബികളുടെ ജീവിതശൈലി തന്നെയായിരുന്നു അക്കാലത്തുള്ളവരുടെ ജീവിതശൈലിയിൽ ജീവിച്ച് പോരുകയായിരുന്നു. എന്നാൽ അവർക്കുണ്ടായിരുന്ന ഈ മദ്യപാനവും വിഗ്രഹങ്ങളുടെ അടുത്ത് പോയിട്ടുള്ള വലിയ വലിയ ആഘോഷങ്ങളും ഇതൊക്കെ ആ കാലത്ത് തന്നെ മനസ്സുകൊണ്ട് വെറുത്ത് ജീവിക്കുന്ന ആളായിരുന്നു. സത്യവും വിശ്വാസ്യതയും ആയിരുന്നു പ്രവാചകരുടെ കൈ മുതലായി സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അൽ അമീൻ എന്ന പേരിലായിരുന്നു നബി അറിയപ്പെട്ടത്. 40-ാം വയസ്സിൽ നബിക്ക് ഹിറ ഗുഹയിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ കേട്ടു. അങ്ങനെ നുബുവത്ത് കിട്ടി, നുബുവത്തും റിസാലാത്തും കിട്ടി, നബിയും റസൂലുമായി മാറി. ആ സമയത്ത് നബി ആഗ്രഹിച്ചു തൻ്റെ ജനങ്ങളോട് അള്ളാഹുവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള പ്രബോധനം നടത്തണം എന്ന് നിർദ്ദേശം കിട്ടിയപ്പോൾ നബി തങ്ങൾ തൻ്റെ കുടുംബക്കാരായ ഗോത്രക്കാരായ ആളുകളെയെല്ലാം തന്നെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടുന്നു. ഇങ്ങനെ വിളിച്ചു കൂട്ടി അവർക്കെല്ലാം വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അവർ വന്നത്. എന്തോ മുഹമ്മദിന് എന്തോ പറയാനുണ്ട്, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ഭക്ഷണമൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് വന്നു കൂടിയിരിക്കുന്നത്. അങ്ങനെ കൂടിയ എല്ലാവരും വന്നപ്പോൾ നബി അവരോട് ചോദിച്ചു, ആ കാണുന്ന ഖുബൈസ് പർവ്വതത്തിൻ്റെ അപ്പുറത്ത് നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരു ശത്രു സമൂഹം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ആ കാലം നമുക്കറിയാം, ഈ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന കാലഘട്ടം 3W അതിനെ ചരിത്രകാരന്മാർ വിവക്ഷിക്കുന്നത്. അവർക്ക് 3 ആവശ്യമേ ഉള്ളൂ. ഒന്ന് വൈന്, വിമൺ ആൻഡ് വാർ, മദ്യം, പെണ്ണ്, യുദ്ധം. ഇതിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കണം. അവരോടാണ് നബി ചോദിക്കുന്നത്, ആ കാണുന്ന മലയുടെ അപ്പുറത്ത് നിന്ന് നിങ്ങളെ ആക്രമിക്കാനായി ഒരു വിഭാഗം സർവായുധ സജ്ജരായി വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, തീർച്ചയായും വിശ്വസിക്കും. അപ്പം നബി ചോദിച്ചു, എന്തുകൊണ്ടാണ്? അങ്ങനെ ഞാൻ പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, നീ കഴിഞ്ഞ 10-40 കൊല്ലം ഞങ്ങൾക്കിടയിൽ ജീവിച്ച ആളാണ്. നിൻ്റെ അടുക്കൽ നിന്ന് സത്യമല്ലാത്ത ഒരു വാക്ക് പോലും
ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. നീ ഞങ്ങൾക്കിടയിൽ അൽ അമീനാണ്, വിശ്വസ്തനാണ്. നീ നിൻ്റെതായ പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ട് ആളുകളെ ഒരിക്കലും ഞങ്ങൾപ്പെട്ട ഒരാളെപ്പോലും വാക്കാലോ പ്രവൃത്തിയാലോ അസത്യമായ ഒരു കാര്യം ചെയ്യുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ പറയുന്ന കാര്യം ഞങ്ങൾ 100% ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ തന്നെ ആയുധങ്ങളും എടുത്ത് നീ പറഞ്ഞ ശത്രുക്കളെ നേരിടാൻ തയ്യാറാവുകയാണ് എന്ന് അവർ മറുപടി നൽകി. അപ്പം നബി പറഞ്ഞു, എന്നാൽ അതല്ല, ആ സത്യം പറയാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. ഞാൻ വിളിച്ചു കൂട്ടിയതേ നിങ്ങളോട് വലിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ കഅബയിൽ വെച്ചുകൊണ്ട് ആരാധിക്കുന്ന, ഉത്സവങ്ങളും പ്രതിഷ്ഠകളും നടത്തുന്ന ഈ വിഗ്രഹങ്ങളല്ല, ഈ ആകാശവും ഭൂമിയും ഇവിടെ കാണുന്ന സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് പോരുന്ന ഒരു റബ്ബുണ്ട്, ഒരു ഇലാഹുണ്ട്, ഒരു ദൈവമുണ്ട്. അവനാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ പറ്റി നിങ്ങളോട് പറയാൻ, ഞാൻ അള്ളാഹുവിൻ്റെ നബിയും റസൂലുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം പറയാൻ നിങ്ങൾ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് പറയാൻ. ഈ ദുനിയാവിലെ ജീവിതമല്ല ജീവിതം. ഇവിടുന്ന് മരിച്ചു പോയാലും ഒരു പരലോക ജീവിതമുണ്ട്. അവിടെ നിങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദ്യം ചോദിച്ചത്, അതുവരെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. ചെറിയ സ്നേഹമൊന്നുമല്ല. കുടുംബത്തിലെ എളാപ്പ മൂത്താപ്പമാർക്കെല്ലാം വലിയ സ്നേഹമായിരുന്നു. ഇത് കേട്ടപ്പോൾ നബിയുടെ ഒരു മൂത്താപ്പയുണ്ട്, അബൂലഹബ്. അദ്ദേഹം ചോദിച്ചു, നിനക്ക് നാശം, ഇത് പറയാൻ വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഇതല്ലാതെ മറ്റൊന്നും നിനക്ക് പറയാനില്ലേ എന്നും പറഞ്ഞ് നിനക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞ് കഠിനമായ ശകാര വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. അവിടെ മുതലാണ് ഇസ്ലാമും കാഫിറുമായിട്ട് ലോകം രണ്ട് ചേരിയായിട്ട് തിരിയുന്നത്. അതിന് മുമ്പ് കാഫിറുകളില്ലേ, നസറാക്കളില്ലേ, ജൂതന്മാരില്ലേ എന്നല്ല. നബിയുടെ ജീവിതത്തിൽ ഇസ്ലാമും കുഫറുമായി തിരിയുന്നത് അവിടെയാണ്. അന്ന് നബിയോടൊപ്പം നിന്നവർ, അല്ലെങ്കിൽ നബി പറഞ്ഞ കാര്യം കേട്ടുകൊണ്ട് നബിയെയും നബി പറഞ്ഞ വാക്യങ്ങളെയും വിശ്വസിച്ചുകൊണ്ട് കൂടെ നിന്നവർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബിയുടെ ഭാര്യ ഖദീജ ബീവി, അങ്ങനെ ആളുകൾ കൂടിക്കൂടി വരാൻ തുടങ്ങി. ഇങ്ങനെ ആളുകൾ കൂടിക്കൂടി വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, ഓരോരുത്തരും വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് സ്വാധീനമുള്ള ആളുകൾ ഇവരെ ക്രൂരമായി മർദ്ദിക്കാനും അതുപോലെ തന്നെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പല ചെയ്തികളും അതിക്രൂരമായിരുന്നു. യാസറിനെയും സുമയ്യയെയും കൊന്ന് കളഞ്ഞു. അതുപോലെ തന്നെ ബിലാലിനെ നെഞ്ചത്ത് പാറക്കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് മരുഭൂമിയിലൂടെ വലിച്ചയച്ചു. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായി. ഈ പീഡനത്തിൻ്റെ സമയത്തൊന്നും അവർക്ക് തിരിച്ചടിക്കാൻ ഇസ്ലാം അനുവാദം കൊടുത്തില്ല. ക്ഷമിക്കൂ, അള്ളാഹു വഴിയുണ്ടാക്കും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നിന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ കുറേ കൂടി വരുന്നതിനനുസരിച്ച് ഇസ്ലാം വിരുദ്ധരുടെ കോപവും ദേഷ്യവും പെരുകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പെരുകിയപ്പോൾ ഇവരെത്തുന്ന ശല്യം സഹിക്കാതെ നബി ഈ അനുവാദം ചോദിച്ചവരിൽ പലർക്കും നാട് വിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ചിലർ നജാഷി രാജാവിൻ്റെ അടുക്കലേക്കും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഹിജ്റ പോയി. അവസാനമായാണ്
നബി അബൂബക്കർ സിദ്ദീഖിനോടൊപ്പം മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. എത്രാം വയസ്സിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണം. 53-ാമത്തെ വയസ്സിൽ. അതുവരെ നബിക്ക് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള സംരക്ഷണമൊക്കെ മദീനയിൽ കിട്ടിയിരുന്നു, മക്കയിൽ കിട്ടിയിരുന്നു. അതായത് ഒന്ന് ഖദീജ ബീവി എന്ന് പറയുന്ന വലിയൊരു ബിസിനസ്സുകാരിയായിരുന്നു നബിയുടെ ഭാര്യ. അതുപോലെ തന്നെ നബിയുടെ ഒരു പിതൃവ്യനായ അബൂ താലിബ് ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ സംരക്ഷണം കിട്ടിയിരുന്നു. പക്ഷെ അവരൊക്കെ മരിച്ചുപോയി. പിന്നെയും ഈ ക്രൂരമായ മർദ്ദനത്തിലേക്ക് നബീനെ തന്നെ നേരിട്ട് മർദ്ദിക്കുന്ന രൂപത്തിലേക്ക് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല എടുത്തിട്ട് കഴുത്തിലൂടെ ഇടുന്ന സംഭവം വരെ ഉണ്ടായി. എന്നിട്ടും ഇതെല്ലാം സഹിക്കുകയായിരുന്നു. അങ്ങനെ 53-ാം വയസ്സിൽ എന്ന് പറഞ്ഞാൽ 13 കൊല്ലം നബിയായിട്ട് പ്രബോധനം നടത്തി കഴിഞ്ഞ ശേഷമാണ് നബി മദീനയിലേക്ക് പോകുന്നത്. അത്രയും കാലം എന്തൊക്കെ പീഡനങ്ങളാണ് ഇവരനുഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം, ഊഹിച്ചാൽ മതി. അങ്ങനെ നബി 53-ാം വയസ്സിൽ മദീനയിലേക്ക് പോകുന്നു. ഈ മദീനയിലേക്ക് ചെന്നപ്പോൾ മദീനക്കാർ പാവങ്ങളായിരുന്നു. അവർ നബിയെ സ്വീകരിച്ചു, ആനയിച്ചു. അവിടെ എന്ത് ചെയ്തൊരു പള്ളിയൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരിങ്ങനെ പിന്നെ സമാധാനത്തിൽ ജീവിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ അവിടെ പോയിട്ട് മദീനക്കാരെ മൊത്തം ആക്രമിച്ചുകൊണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് നാട് വിട്ടുപോയവരൊക്കെ പിടിച്ചു കൊണ്ടുവരണം എന്ന ലക്ഷ്യവുമായി ഖുറൈശികൾ മുന്നോട്ട് പോയപ്പോഴാണ് ഇസ്ലാമിൽ യുദ്ധത്തിന് അനുവാദം കൊടുക്കുന്നത്. അവിടെയാണ് യുദ്ധത്തിൻ്റെ അനുവാദം വരുന്നത്. അല്ലാണ്ട് കാണുന്ന കാഫിര്യങ്ങളൊന്നും പിടിച്ചിട്ട് കൊല്ലണമെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീനി കത്തബയ്യന റുസ്തു മിനൽ ഗൊയ്യ്. ദീനിൽ ഒരാളെയും ഒരു നിർബന്ധിക്കലും ഇല്ല. സത്യവും അസത്യവും വേർപെട്ട് കഴിഞ്ഞു എന്നാണ് നബി പ്രഖ്യാപിച്ചത്, ഖുർആൻ പ്രഖ്യാപിച്ചത്. ഇവിടെ ഒരു കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കാഫിർ എന്ന് പറഞ്ഞുകൊണ്ട്, കാഫിർ എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഒരു തോന്നിയ വാക്കൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്, അത് വേറെ കാര്യമോ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം വിവക്ഷിക്കുന്ന കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റിയിട്ടൊരു ആയത്ത് തന്നെ ഉണ്ട്, സൂറത്തുൽ കാഫിറു എന്നും പറഞ്ഞിട്ട്. അതിൽ പറയുന്ന കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഏ കാഫിരിങ്ങളെ, കുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, അതുപോലെ ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് അവസാനിക്കുന്നത്, സൂറത്ത് അവസാനിക്കുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം. അതാണ് ഇസ്ലാമിലെ കുഫറുമായിട്ടുള്ള അല്ലെങ്കിൽ മതത്തെ വിശ്വസിക്കാത്ത ആളുകളുമായിട്ടുള്ള കാഴ്ചപ്പാട്. എല്ലാവരും വിശ്വസിച്ചോളണമെന്ന് ആർക്കും നിർബന്ധമില്ല. വിശ്വസിക്കാത്തവരെല്ലാം പിടിച്ച് കൊല്ലണമെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ യുദ്ധത്തിൻ്റെ ആയത്തുകൾ, അത് പ്രത്യേക പശ്ചാത്തലത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് ആക്രമിക്കുന്നവനെ തിരിച്ചടിച്ചോളാനുള്ള അനുവാദം കൊടുത്തതിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ പറയപ്പെട്ട രൂപത്തിൽ ഇസ്ലാം കാഫിരിങ്ങൾ, അതായത് മുസ്ലിങ്ങൾ, അവരെ മതത്തിലേക്ക് ചേരാത്തവരെ എല്ലാം പിടിച്ചുകൊണ്ട് കൊല്ലണം, അത് ജിഹാദാണ് എന്നും പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊല്ലാത്ത രാജ്യത്ത് ലവ് ജിഹാദ്, സ്കൂൾ ജിഹാദ്, കമ്പ്യൂട്ടർ ജിഹാദ് എന്ന് തുടങ്ങി പലതായിട്ട് വളച്ചൊടിക്കപ്പെടുന്നത്. ഈ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ ലളിതമാണ്. നിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അയൽവാസി ക്രിസ്ത്യാനിയാണെന്നോ ഹിന്ദുവാണെന്നോ മറ്റു മതക്കാരനാണോ എന്ന് നോക്കാൻ നമുക്ക് അനുവാദമില്ല. സൗഹാർദ്ദം തന്നെയാണ്, സലാമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനം, വമിൻകസ്സലാം നിന്നിൽ നിന്നാണ് സമാധാനം വരുന്നത്, വയിലേക്ക് യർജിയുസ്സലാം നിന്നിലേക്കാണ് സമാധാനം മടങ്ങുന്നത്, ഹയ്യിന റബ്ബന ബിസ്സലാം ഞങ്ങളുടെ രക്ഷിതാവേ
ഞങ്ങളെ സമാധാനത്തോടെ ജീവിപ്പിക്കണമേ. അതിഹിൽനാ ദാറസ്സലാം, സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ മുദ്രാവാക്യവും ഞങ്ങളുടെ പ്രാർത്ഥനയും. അല്ലാതെ കാണുന്നവരൊക്കെ കാഫിറായി മുദ്ര കുത്തി അവനെ കൊല്ലുക എന്നൊരു കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. എവിടെയും ഖുർആനിൽ ഒരുപാട് ആയത്തിൽ കാഫിരിങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞ കാഫിരിങ്ങൾ അത് സാന്ദർഭികമായിട്ടാണ്. നബിയുടെ കാലത്ത് നബിക്ക് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചവർ വരെ ഉണ്ട് എന്ന് ചരിത്രം പറയുന്നു. അതുപോലെ ഓരോ യുദ്ധത്തിന് പോകുന്നിടത്തും അവരോട് നേരിടേണ്ട കാര്യങ്ങൾ പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഇസ്ലാം മൊത്തത്തിൽ കാഫിരിങ്ങളെ കൊല്ലാൻ പറയുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.